മന്നത്ത് നിന്നൊരു ഭീഷണി വന്നിട്ടുണ്ട്. മാഷേ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പ്രതിഷേധങ്ങൾ വന്നോട്ടെ, നേരിട്ടോളാം. തിരുവനന്തപുരത്തോ കണയന്നൂരിലോ മാത്രമല്ല കരയോഗമൊക്കെ ഉള്ളത്. ആകെ 5600 കരയോഗങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടാതെ പറയുന്നു, കോൺഗ്രസ്സുകാരോ BJPക്കാരോ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല, പന്തളം കൊട്ടാരത്തിന് മറുപടിയുമില്ല. ഈ മന്നത്തിന്റെ പോക്ക് എങ്ങോട്ടായി? സുകുമാരൻ നായരുടെ പോക്ക് എങ്ങോട്ടാണ്? അതെ 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 ഈ സുകുമാരൻ നായർ എനിക്ക് തോന്നുന്നു അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം നേരത്തെ എടുത്തു വന്ന വിഖ്യാതമായ നിലപാടുണ്ടല്ലോ, സമദൂരം എന്ന് പറയുന്നൊരു സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ മാറാൻ അണികളെ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള കാരണങ്ങൾ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൽ എന്ത് ന്യായമാണുള്ളത്? ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആലോചിച്ച് നോക്കൂ. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിക്ക് മുൻകൂർ ഇലക്ഷന് മുമ്പ് തന്നെ മുൻകൂർ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? അത് പ്രകടമായി കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. പിണറായി വിജയൻ തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത്. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ UDFന്റെ സാധ്യത എന്നേക്കുമായിട്ട് മങ്ങുകയും തുടർച്ചയായിട്ട് കേരളം ഇടതുപക്ഷം ഭരിക്കുമെന്നാണ്. ഇടതുപക്ഷം ഭരിക്കുന്നതിന് ഭരണത്തിൻ്റെ താല്പര്യങ്ങൾ ഉണ്ട്. ആർക്കില്ലെങ്കിലും സാധാരണക്കാരായ നായർ സമുദായം അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവർക്കില്ലെങ്കിൽ പോലും ഈ സുകുമാരൻ നായർക്കുണ്ട്. സുകുമാരൻ നായർ അത്തരം ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടത് ആ സൗകര്യങ്ങളാണ് എന്നാണല്ലോ ഒരു കാര്യം. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം കാണുന്ന ഒരു അപകടം, ഈ പുതിയ സാഹചര്യത്തിൽ UDFന് ഇടക്കാലത്ത് തെളിഞ്ഞു വന്നൊരു സാധ്യത മങ്ങിപ്പോയി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്നത് വരെയുള്ള ഇഷ്യൂവിൽ UDFന് മുന്നേറാൻ പറ്റി. UDF ആണ് മേൽക്കൈ കിട്ടിയത്. പക്ഷെ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ ഹാജരാക്കുക, പാലക്കാട്ട് കൊണ്ട് നടക്കുക, ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് അന്വേഷിച്ചാൽ കോൺഗ്രസ്സിലെ തന്നെ പ്രകടമായ ഗ്രൂപ്പിസമാണ്. അതുകൊണ്ട് VD സതീശൻ നേടിയെടുത്ത മേൽക്കൈ ഇപ്പോൾ ഇല്ല എന്നും ഏറെക്കുറെ കോൺഗ്രസ്സിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് വീണ്ടും വിഭാഗീയതയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിൻ്റെ വിജയസാധ്യത മങ്ങുകയാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ കൂടെ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനാണ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം UDFന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വലിയ തോതിൽ CPMന് വോട്ട് ചെയ്യുമെന്നൊക്കെയുള്ള ഈ ധാരണയുണ്ടല്ലോ, പൊതുധാരണ. ആ ധാരണയിലാണ് സുകുമാരൻ നായർ തീരുമാനമെടുത്തത്. സുകുമാരൻ നായർക്ക് വേണ്ടത് ഇനിയെങ്കിലും അധികാരത്തിൽ വരുന്നൊരു കക്ഷിയുടെ കൂടെ അവരുടെ പെറ്റായി, അവരുടെ ആശ്രിതരായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ഒരു നയം കൂടിയാണല്ലോ. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹമാണല്ലോ, ഭരിക്കുന്നവരോടൊപ്പം ചേർന്ന് പോവുക, അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. പക്ഷെ അതിന് വലിയ ദുരന്തം വരും, യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി ചെറുതാണോ? ആലോചിച്ച് നോക്കൂ. അങ്ങനെ സംഭവിക്കുമോ? പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇപ്പോഴും ആദ്യം അദ്ദേഹത്തിന് കിട്ടേണ്ട അടി അദ്ദേഹത്തിന് കിട്ടി. എന്താ കാര്യം എന്നറിയോ? കേരളത്തിലെ സമുദായ സംഘടനകളൊക്കെ തന്നെ അവർ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ സ്വന്തം അണികൾ കേൾക്കും, അവർ രാഷ്ട്രീയം പറഞ്ഞാൽ സ്വന്തം അണികൾ തള്ളിക്കളയും. അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടല്ലോ. ആർക്ക്? സുകുമാരൻ നായർക്ക്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സംഘടനയായ NSS മുൻകൈയെടുത്തൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ലേ പണ്ട്? NDP എന്നൊക്കെ പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടി എവിടെ പോയി? അത് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് സ്വന്തം അണികളെ കേരളത്തിലെ നായർ സമുദായ അംഗങ്ങളെ ആ പാർട്ടിയിൽ നിർത്താൻ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു? അതും ഇതിനേക്കാൾ നല്ല നേതൃത്വം ഉണ്ടായിരുന്നല്ലോ അന്ന്, അല്ലേ? പണിക്കർ സാറൊക്കെ എന്തായാലും സുകുമാരൻ നായരെക്കാൾ നല്ലൊരു ലീഡർഷിപ്പ് ആയിരുന്നല്ലോ. അന്ന് സാധിക്കാത്തത് സുകുമാരൻ നായർക്ക് എങ്ങനെ സാധിക്കാനാണ് എന്ന് പറഞ്ഞാൽ, നായർ സമുദായത്തെ രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു ദിശയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനോ ഏതെങ്കിലും ഒരു പാളയത്തിൽ കൊണ്ടുപോയി കെട്ടാനോ അദ്ദേഹം മുൻകൈ എടുക്കുന്നത് ആത്മഹത്യാപരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. അതാണ് ഇപ്പോൾ തുടങ്ങിയത്. പല കരയോഗങ്ങളും ചോദ്യം ചെയ്തതുകൊണ്ടാണ്. ഈ പെരുന്നയിൽ പണിക്കരുടെ കാര്യം പറയുമ്പോൾ, സുകുമാര പണിക്കർ പറഞ്ഞ ഈ ഒരു വിഷയം പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സ് ചാടിപ്പോയത് മറ്റൊരു വിഷയത്തിലേക്കാണ്. അത് നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച വിഷയം. ലീഗ് നടത്തിയ ഇസ്രായേൽ വിരുദ്ധ
സമ്മേളനം. ആ സമ്മേളനത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു തോട്ട് എന്ന് പറയുന്നത് അതും മുസ്ലിമുകളെ ചേർത്ത് നിർത്താൻ, അതായത് CPM-ലേക്ക് പോകാൻ സാധ്യതയുള്ള ഇപ്പം മാഷ് പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു അടവ് കൂടിയായിരിക്കില്ലേ ഇത്രയും വർഗീയതയൊക്കെ തുപ്പി അവിടെ പോയി പറഞ്ഞതും ഈ ഒരു കോൺഗ്രസ്, അതായത് ഇനി ഭരണത്തിൽ വരാൻ പോകുന്നത് ഇവരായിരിക്കും എന്നുള്ളതൊക്കെ കൊണ്ടുള്ള ഒരു തോട്ട് കൂടി ആയിരിക്കില്ലേ അതിൽ? അതുണ്ടാവാം തീർച്ചയായിട്ടും. ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളെ ഏകോപിപ്പിക്കുക അല്ലാതെ ഇനി UDF രാഷ്ട്രീയത്തിൽ മറ്റു വഴികൾ കുറവാണ്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടും, അത് വർഗീയമായി കൃത്യമായി ഒരു ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നേട്ടം BJPക്ക് കേരളത്തിൽ വലിയ തോതിൽ കിട്ടാൻ പോകുന്നില്ല. അവരുടെ വോട്ട് ബാങ്ക് ക്രമമായി വികസിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ അട്ടിമറിയൊന്നും ഇപ്പോൾ സാധ്യമല്ല. BJP ഏതെങ്കിലും ഒരു മുന്നണിയിൽ പ്രകടമായി നിൽക്കാത്ത കാലത്തോളം എളുപ്പമല്ല. അപ്പോൾ പിന്നെ UDFന് കിട്ടാതെ നോക്കണം. UDFന് ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടാതെ ഇരിക്കാനുള്ള ശ്രമം CPM നടത്തുന്നു. ഭൂരിപക്ഷ വോട്ടുകൾ അഥവാ ഹിന്ദു വോട്ടുകൾ ഈ ന്യൂനപക്ഷത്തേക്ക് അല്ലെങ്കിൽ UDFലേക്ക് പോകാതിരിക്കാനുള്ള പണിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആത്മരക്ഷാർത്ഥം ഒറ്റ വഴിയുള്ളൂ, മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ. അതായിരുന്നു ഒരു നല്ലൊരളവിൽ കേരളത്തിലെ UDFൻ്റെ ശേഷിയും അതാണ് കേട്ടോ. നല്ല UDFൽ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും ലീഗ് ഉള്ളതുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കുകൾ പ്ലസ് ഒരു നല്ലൊരു ശതമാനം സവർണ നായർ വോട്ടുകളും സവർണ ഹിന്ദു വോട്ടുകളും ആയിരുന്നല്ലോ ഈ UDFൻ്റെ ഒരു വലിയ ശേഷി. അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിനെയാണ് ഇപ്പോൾ പിണറായി പിടിച്ചിരിക്കുന്നത്. പക്ഷേ ആ വോട്ട് ബാങ്ക് സമുദായ സംഘടനകൾ പറയുമ്പോൾ പോകുന്നതല്ല, അത്ര എളുപ്പമല്ല. അത് എന്ത് കാരണത്തിന് പോകുന്നു എന്ന് ബോധിപ്പിക്കാൻ സാധിക്കുമോ? ശബരിമലയാണല്ലോ ഇഷ്യൂ. ശബരിമല ഇഷ്യൂവിൽ എങ്ങനെയാണ് CPM-ലേക്ക് നായർ കമ്മ്യൂണിറ്റി അടുക്കണമെന്ന് പറയാൻ എങ്ങനെ പറ്റും? വസ്തുതാപരമല്ലല്ലോ അത്. അതെ. കാരണം ശബരിമല വഷളാക്കിയത്, ശബരിമല ഇഷ്യൂവിൽ ഹിന്ദു വിരുദ്ധമായ നിലപാടെടുത്തത് തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ സർക്കാരല്ലേ? ചെയ്യാൻ പാടില്ലാത്തതല്ലേ അത്? സ്ത്രീകളെ പങ്കെടുപ്പിക്കണം എന്ന് പറയുന്നതിൽ എന്ത് നവോത്ഥാനാണുള്ളത്? സ്ത്രീകളെ ആരെങ്കിലും സമുദായ പ്രമാണിമാർ തടഞ്ഞു നിർത്തുമ്പോഴാണല്ലോ അത് നവോത്ഥാന പ്രശ്നമാകുന്നത്. മനുഷ്യനോട് വിവേചനം കാണിക്കുമ്പോഴല്ലേ നവോത്ഥാനം എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ജാതീയത, എന്താണ് പറയുക, അയിത്തം, അങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാകുന്ന എപ്പോഴാണ്? നീയും ഞാനും തമ്മിൽ പരസ്പരം വിരോധം കാണിക്കുമ്പോഴും, അല്ലെങ്കിൽ വർണ്ണവിവേചനം, ജാതി വിവേചനം, വംശവിവേചനം, മനുഷ്യർക്കിടയിലുള്ള വിവേചനമല്ലേ? ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഈ നിശ്ചിത പ്രായത്തിലുള്ള സ്ത്രീകൾ വരണ്ട. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ദൈവവിശ്വാസികൾ. ആ കൽപ്പനയ്ക്കെതിരായി നിന്നതാരാണ്? പിണറായി വിജയനല്ലേ? എപ്പോഴെങ്കിലും മാറ്റിയോ? സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് മാറ്റിയോ? നവോത്ഥാന സമിതി പിരിച്ചുവിട്ടോ? നവോത്ഥാന മതിൽ മാറ്റി? എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഒരു നിലപാട് മാറ്റാതെ പിണറായി വിജയനെ പിന്തുണക്കാം എന്ന് നായന്മാരോട് പറഞ്ഞാൽ ഏത് നായർ കേൾക്കും? അതുകൊണ്ടാണ് NSSനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കാത്തത്. UDF ആ പണി ചെയ്യുന്നുണ്ടാവും. UDF ഇനിയിപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള UDFൻ്റെ ഒരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ന്യൂനപക്ഷ പ്രീണനമായിട്ട് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക. കാരണം ഹിന്ദുത്വം ആണ് കേന്ദ്രം ഭരിക്കുന്നത്, അതിനെതിരായി ന്യൂനപക്ഷങ്ങളെ പരമാവധി ഏകോപിപ്പിക്കുക എന്ന നയമാണ് സ്വീകരിക്കുന്നത്. UDF അതേ നയം സ്വീകരിക്കുന്നുണ്ടാവും. അത് ശരിയാണ്. പക്ഷേ സുകുമാരൻ നായർക്ക് അതുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാനാവില്ല. ഇതൊക്കെ തെറ്റുമാണ്, ഈ കണക്കുകൾ തെറ്റും. ഒന്ന്, സുകുമാരൻ നായർ പറഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്നവരല്ല നായന്മാർ. ഈഴവ സമുദായം വെള്ളാപ്പള്ളി പറയുന്നിടത്തേക്ക് വോട്ട് ചെയ്യാൻ പോകില്ല, അതേസമയത്ത് ബാക്കി കാര്യങ്ങൾക്ക് പോകും. സമുദായ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും മൈക്രോ ഫൈനാൻസ് കൊണ്ടുപോയി പണം ഇടാൻ പറഞ്ഞാൽ ഇട്ടോളും. ഈ വോട്ടിന്റെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ. ഇത് പറയുമ്പോൾ ആ വഴിയെ പിന്തുടർന്ന് പോയി വോട്ട് ചെയ്യുന്നതല്ലല്ലോ. അല്ല, ഒരിക്കലും അല്ലാന്നേ. ഇനിയിപ്പോൾ വേറൊരു കാര്യം ആലോചിച്ചോളൂ. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന പലരുടെ ഒരു ധാരണയുണ്ടല്ലോ, ഇങ്ങനെ സമുദായം തിരിഞ്ഞ് വോട്ട് ചെയ്യും. വേണ്ട, നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ. BJPക്ക് ആത്മരക്ഷാർത്ഥം ഒരു ഫോർമുലയ്ക്ക് രൂപം നൽകുന്നുണ്ട് അത്രേ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ടേം കൂടി ഇടതുപക്ഷത്തെ പിന്തുണക്കുക. എന്നാൽ എന്താ, കോൺഗ്രസ് മുക്ത കേരളം എന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും കോൺഗ്രസ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്താ അപകടം? അടുത്ത തെരഞ്ഞെടുപ്പോടെയെങ്കിലും ക്രമമായി BJPക്ക് വരാം. അങ്ങനെ സംഭവിച്ചു കൊള്ളുന്നുണ്ടോ? പിണറായി വിജയൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമല്ല, കോർപ്പറേറ്റ് ഭരണമാണ്. ആ കോർപ്പറേറ്റുകൾക്ക് അറിയാം അധികാരത്തിലെത്തിയാൽ എങ്ങനെ നിലനിർത്തണമെന്ന്. ഒരു ടേം കൂടി വന്നാൽ കാലാകാലത്തേക്കും
ഒരു സംസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ വന്നാലോ? അങ്ങനെയും വന്നൂടെ? അതൊന്ന്. രണ്ടാമത്തെ കാരണം 11 സീറ്റുകളിൽ എന്ന് കേൾക്കുന്നു. 11 സീറ്റുകളിലെങ്കിലും നിങ്ങൾ BJPക്കാർക്ക് വോട്ട് ചെയ്യണം എന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ CPM സ്വന്തം അണികളോട് പറഞ്ഞാൽ അത് അണികൾ കേൾക്കുമെന്ന് എന്താ ഉറപ്പ്? ബാക്കി 100 സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യണമെന്ന് BJPക്കാരോട് BJP നേതാക്കന്മാർ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എന്താ ഉറപ്പ്? കാരണം ഇപ്പോൾ ഒരു സിവിൽ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത, ഓരോ പൗരനും ബോധവാനാണ്. നേതാവ് പറഞ്ഞത് അനുസരിക്കുകയല്ല അവരുടെ രാഷ്ട്രീയം, മറിച്ച് അവരവർക്ക് അവരുടേതായ രാഷ്ട്രീയ ബോധമുണ്ട്, ദിശാബോധമുണ്ട്. അവർക്ക് ബോധ്യമുള്ളതാണെങ്കിൽ അവർ ചെയ്യും, അല്ലെങ്കിൽ അവർ പൊളിച്ചു കളയും. പിണറായി വിജയൻ്റെ വാർഡിൽ BJP ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവർ ഈ പറയുന്നൊന്നുമല്ല കണക്ക്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞിട്ട് ബൂത്ത് ഏജൻറ്റുമാർ കൊടുത്ത കണക്കനുസരിച്ച് 1800 വോട്ടിന് സ്വരാജ് ജയിക്കും എന്നല്ലേ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി കണക്കൂട്ടിയത്? എവിടെ പോയി അത്? 1800 വോട്ടിന് ജയിച്ചില്ല എന്ന് മാത്രമല്ല 11,000-ന് തോറ്റു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ കണക്കും തെറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ്റെ വോട്ടിൻ്റെ കണക്ക് ഇപ്പോൾ ആ വീട്ടുകാർക്ക് പോലും ബോധ്യമില്ല, പിന്നെ എങ്ങനെ പാർട്ടിക്കാർക്ക് ബോധ്യം ഉണ്ടാവുക? ഇനി അങ്ങനെ ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലായിട്ട് വോട്ടവകാശം രേഖപ്പെടുന്നൊരു കാലത്ത് രാഷ്ട്രീയ തമ്പുരാക്കന്മാർ തീരുമാനിച്ചാൽ പോലും എൻ ബ്ലോക്കായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊണ്ടുപോയി വോട്ട് കൊടുക്കാൻ പറ്റില്ല. വോട്ട് കച്ചവടത്തിൻ്റെ കാലം കഴിഞ്ഞു. പിന്നെ സമുദായ പ്രമാണിമാർ വിചാരിച്ചാൽ പറ്റുമോ? വെള്ളാപ്പള്ളി തീരുമാനിക്കുകയാണ് നാളെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും UDFന് വോട്ട് ചെയ്താൽ മതി. കാരണം എന്താ? സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് LDFന് വോട്ട് ചെയ്യാൻ. അങ്ങനെ തീരുമാനിച്ചു നോക്കൂ. ആത്മഹത്യാപരമാണ്. കാരണം സവർണ നായർ മാടമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരായുള്ള പോരാട്ടമാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനും ഈ സുകുമാരൻ നായരും ഒരുമിച്ച് നിന്നിട്ട് ഏത് സമുദായ പോരാട്ടമാണ് നടത്താൻ പോണത്? ഏത് നവോത്ഥാന നടത്താൻ പോണത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് സുകുമാരൻ നായർക്ക് കിട്ടിത്തുടങ്ങുന്നതേ ഉള്ളൂ. പാളയത്തിൽ നിന്ന് കിട്ടിത്തുടങ്ങും. കാരണം അവർ കേൾക്കാൻ പോകുന്നില്ല അത്. സുകുമാരൻ നായരുടെ സിദ്ധാന്തത്തെ സുകുമാരൻ നായർ ആ ഒരു ഒറ്റ പ്രഖ്യാപനം കൊണ്ട് പക്ഷേ ഈ പ്രാവശ്യം LDF തോറ്റു. അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊണ്ട് മാത്രം. അതായിരിക്കും സംഭവിക്കുക. എന്തായാലും ബാക്കിയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.